പ്രൊഫഷനിലേക്ക് വിജയകരമായി ആദ്യത്തെ കാലെടുത്ത് വെച്ച നിങ്ങൾക്ക് ആദ്യം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളോട് പറയാനുണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്ക് ഞാനും ഇതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കാലെടുത്ത് വെച്ച കാലത്ത് ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഡോക്ടർ ജിബിൻ ലാൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് വേണം നിങ്ങൾ കരുതാനായിട്ട്. ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് മുഴുവൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ്, സ്പെഷ്യലിസ്റ്റുകളാണ്. നിങ്ങളിപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കണ്ട. സ്പെഷ്യലിസ്റ്റ് അതാവാതിരിക്കുക, അതൊന്നും നോക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ട് ആഗ്രഹിക്കേണ്ടത് ഒരു അടിസ്ഥാനപരമായിട്ടൊരു നല്ല ഡോക്ടറാണ്. നേരത്തെ നവ്യ നായർ പറഞ്ഞ പോലെ നല്ല മനുഷ്യനായ നല്ല ഡോക്ടറാണ്. അതിനാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു പാതയിലൂടെ, അങ്ങനെ ഒരു നല്ല ഡോക്ടർ ആവാനുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് വിഷമം പിടിച്ച സമയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഡോക്ടർ എന്ന ഈ ഒരു പ്രൊഫഷൻ വിഷമം പിടിച്ചത് മാത്രമല്ല, വളരെയധികം സന്തോഷം തരുന്നത് കൂടെയാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ പോസിറ്റീവ് ആസ്പെക്ട്സ് നിങ്ങൾ അത് മനസ്സിലാക്കുക. എത്ര പണം കിട്ടിയാലും കിട്ടാത്ത സന്തോഷമാണ് ഒരു രോഗി അവരുടെ കുടുംബം നിങ്ങളോട് നന്ദിയോട് കൂടിയിട്ട് നോക്കുക, നിങ്ങളുടെ കരം പിടിച്ചിട്ട് താങ്ക് യു ഡോക്ടർ എന്ന് പറയുക. ആ ഒരു അവസരം അതല്ലോ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് കോരിത്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം ഒരു ഡോക്ടർ എന്നുള്ളതിൽ ഞാൻ ഏറ്റവും അധികം കാക്ഷിക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിലേക്കാണ്. ആ ഒരു അവസരത്തിൽ എത്തിച്ചേരാനാണ് കുട്ടികളായ നിങ്ങൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും ഇൻക്വിസിറ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അറിയാനുള്ള ആ വെമ്പൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും നിശബ്ദമായിരിക്കരുത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളോടാവാം, നിങ്ങളുടെ ടീച്ചർമാരോടാകാം, രോഗികളോടാകാം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയും നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പിന്നെ പ്രധാനമായിട്ടുള്ളത്, ഈ ഒരു യാത്രയിൽ ഇനി എത്ര കൊല്ലം യാത്ര ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു അടിസ്ഥാനപരമായി ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 12 കൊല്ലം പഠിച്ചതിന് ശേഷമാണല്ലോ മെഡിസിന് വരുന്നത്, മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്നത്, അല്ലേ? അപ്പൊ ഇനി ഇവിടെ ഇരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് പോലെ വരെ ആവാൻ ഇനി ഒരു 12 കൊല്ലം പഠിക്കണം. പക്ഷെ അതൊന്നും കേട്ട് പഠിക്കുന്ന ഒരു അടിസ്ഥാനപരമായി നല്ല ഡോക്ടർ ആവാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആവാൻ ഒരു 6 കൊല്ലം അധ്വാനിച്ചാൽ മതി. ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ആരോ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ കുറുക്ക് വഴികൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കോഴ്സാണ് MBBS കോഴ്സ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം ആരോഗ്യവും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല ഹെൽത്തി ഡോക്ടർ മാത്രമേ ഒരു ഗുഡ് ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഡോക്ടറിന് തന്നെ അസുഖം പിടിച്ചിരുന്നാൽ പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ചികിത്സിക്കുക? അപ്പം അതുകൊണ്ട് ആ സ്റ്റഡീസിൻ്റെയും വർക്കിൻ്റെയും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ അതിന് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് നിങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടാവും, ഞങ്ങളെ കൊല്ലുള്ളവരുണ്ടാവും. എപ്പോൾ വേണമെങ്കിലും ഏത് അവസരത്തിൽ വേണമെങ്കിലും നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ. രണ്ടാമത്, ഒരിക്കലും എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, എനിക്കൊട്ടും വിശ്രമിക്കാൻ സമയമില്ല എന്ന് പരാതിപ്പെടരുത്. നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എക്സ്ട്രാ ജോലി, തുടർച്ചയായിട്ട് ജോലി എടുക്കാനും പഠിക്കുക മാത്രമല്ല ജോലി എടുക്കാൻ തയ്യാറായിരിക്കണം. എന്നിട്ട് വേണം ഈ കോഴ്സിലേക്ക് വരാനായിട്ട്. പരാതി പറഞ്ഞാൽ ഒരിക്കലുമില്ല. ഈ ഒരു കോഴ്സിൻ്റെയും ഈ ഒരു പ്രൊഫഷൻ്റെയും പ്രത്യേകത ഡോക്ടർ നാരായണൻകുട്ടി പറഞ്ഞ മാതിരി സമയം നോക്കിയിട്ടുള്ള പ്രൊഫഷൻ അല്ല ഇത്. 24 മണിക്കൂറും ഇതിന് റെഡി ആയിരിക്കണം നിങ്ങൾ. മൂന്നാമതൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, നേരത്തെ സിമ്പതിയെക്കുറിച്ചും എംപതിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു, അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എംപതി എന്നുള്ളതും
ഒരാളോട് തോന്നുന്ന ആ ഒരു ദയാ വായ്പിനെയാണ്, ആ താൽക്കാലികമായിട്ട് തോന്നുന്നതിനെയാണ് നമ്മൾ സിമ്പതി എന്ന് പറയാം. പക്ഷെ എമ്പതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ അതോടൊപ്പം നമുക്കും ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ആ കഴിവിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു രോഗിയാണെങ്കിൽ ആ രോഗിക്ക് എന്ത് ആണ് ആവശ്യം, എന്ത് പറഞ്ഞാലാണ് ആ രോഗിക്ക് സുഖം കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ പെരുമാറുന്നതാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു രോഗ ചികിത്സയില് ഏറ്റവും പ്രധാനം മരുന്നും ശസ്ത്രക്രിയയുമല്ല. അവസാനം ആ രോഗിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ആ നല്ല ഫീലിങ്ങിനെയാണ് ഏറ്റവും അധികം വില കൽപ്പിക്കപ്പെടുന്നത്. എപ്പോഴും നിങ്ങൾ ഇനി കോഴ്സിന് ജോയിൻ ചെയ്തു, ആദ്യത്തെ 1-2 കൊല്ലം അടിസ്ഥാനപരമായിട്ടുള്ള ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു, മറ്റ് സംഗതികളൊക്കെ പഠിക്കും. ശരീരത്തിന്റെ സ്ട്രക്ചറും ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നതും ഒക്കെ അത് ആദ്യം പഠിച്ചാൽ മാത്രമേ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് കേടുവന്നാൽ എങ്ങനെ നേരെയാക്കാം എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ 1-2 കൊല്ലം അതായിരിക്കും. 3-ാം കൊല്ലം തൊട്ട് നിങ്ങൾ രോഗികളായിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങും, രോഗികളായിട്ടുള്ള പെരുമാറ്റം തുടങ്ങും, രോഗികളായിട്ട് സംസാരിച്ച് തുടങ്ങും. നിങ്ങളൊരു ഫുൾ ഫ്ലെഷ് ഡോക്ടറായിട്ട് മാത്രം എമ്പതി കാണിച്ചാൽ പോരാ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും നിങ്ങൾ രോഗികളെ പരിശോധിക്കുമ്പോൾ ഒരു രോഗമുള്ള ആ രോഗം മാത്രമായിട്ട് കാണാതെ, മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ പറയും അത് കേസ് ഇന്ന കേസാണ്, അതൊരു ഹെമിപ്ലീജിയ കേസാണ്, അങ്ങനെ കേസുകളായിട്ട് ആൾക്കാരെ കാണാതെ നിങ്ങൾ ഒരു സമൂഹത്തിന്റെ ഭാഗമായ പ്രേമവും പേടിയും പ്രതീക്ഷയുമുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കാൻ ഈ ആദ്യമായിട്ട് കാണുന്ന രോഗികളിലൂടെ തന്നെ നിങ്ങൾ ആ ശീലം ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡോക്ടറാവും. ഇത് കൂടുതൽ എനിക്കിത് പറയാനില്ല. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഞങ്ങളുടെയൊക്കെ സഹായം ഉണ്ടായിരിക്കും. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Thank you, sir. Thank you so much.